പണ്ഡിതന്മാരെ കണ്ടാലും ഉസ്താദന്മാരെ കണ്ടാലും എണീറ്റ് ബഹുമാനിച്ചിരുന്ന ഒരു സമൂഹം ഇനി ഈ പോക്ക് പോയാൽ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുകയും ചെരുപ്പൂരി തലയുടെ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ നിലവാരം നമ്മൾ തകർക്കുക, നമ്മളെ നിലവാരം നമ്മൾ താത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ഈ സംഘടനയോടും ഈ പ്രസ്ഥാനത്തോടും ഈ പണ്ഡിത സമൂഹത്തോടും ഈ അഹ്ലു ബൈത്തിനോടൊപ്പമുള്ള എല്ലാ ബഹുമാന ആദരവുകളും നടത്തിക്കൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? അത് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നവരല്ലേ? എന്തെല്ലാം ആട്ടും തുപ്പുമാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആലിമീങ്ങളോട് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ആലിമീങ്ങളായി നിങ്ങളെ കാണുമ്പോ കാർപ്പിച്ചു തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ പറയുന്നുവെങ്കിൽ ആ വ്യക്തിത്വങ്ങളോട് നമ്മൾ മറുപടി പറയാൻ തയ്യാറാവേണ്ട. മറിച്ച് ഇത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി വന്നപ്പോ അവരും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരുപാട് പരിഹാസങ്ങളാണ്, ഒരുപാട് ക്രൂരമ്പുകളാണ്. അതിൽ നിന്ന് മോചനം ലഭ്യമാകുന്ന രൂപത്തിൽ നമ്മൾ ഇടപെടേണ്ടത് നമ്മുടെ പ്രബോധന ദൗത്യം കൂടുതൽ സജീവമാക്കുക. നമ്മെ ആക്ഷേപിക്കാൻ അവർ മുന്നോട്ട് വരും, നമ്മെ പരിഹസിക്കാൻ അവർ മുന്നോട്ട് വരും. അതിനൊന്നും നമ്മൾ വശംവദരാകരുത്. കാരണം ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനമാണ്, വിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശ പ്രചരണ പ്രബോധന രംഗമാണ്. അതോടൊപ്പം മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഒരു നൂറ്റാണ്ടോളം സമൂഹത്തിലേക്ക് സുസ്ഥിരമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴ്ഘടകമായിക്കൊണ്ട് നമ്മൾ സേവനം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മിലേക്ക് ആരെങ്കിലും നിങ്ങളെ ചെരുപ്പൂരി എറിയാനാണ് തോന്നുന്നത്, നിങ്ങളെ എനിക്ക് ചെരുപ്പൂരി അടിക്കാനാണ് തോന്നുന്നത് എന്ന് നമ്മിലേക്ക് വിരൽ ചൂണ്ടി സമർപ്പിക്കുന്നെങ്കിൽ ആ ഉമ്മാക്ക് കണ്ടു പേടിക്കേണ്ടവരല്ല ദീനിന്റെ പ്രബോധകരായ ആലിമീങ്ങള്. ആ ഉമ്മാക്ക് കണ്ടുകൊണ്ട് ഭയപ്പെടാൻ ആരും ദുനിയയിലും വേണ്ട എന്നാണ് സാന്ദർഭികമായി ഇത്തരം സദസ്സിൽ നിങ്ങളിലേക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവിധ ആശംസകളും നൽകുന്നു. പണ്ട് ചട്ടമ്പികളുടെ നാടുണ്ടായിരുന്നു. അവർക്ക് വഴിപ്പെട്ട് അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം. എല്ലാത്തവരെ ചെരുപ്പൂരി അടിക്കും, എല്ലാത്തവരെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും. അങ്ങനത്തെ ഒരു ചട്ടമ്പി നാട്ടിലേക്കാണ് ചില ആളുകൾ പണ്ഡിതന്മാരെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവരോട് പറയാനുള്ളത് അവരൊക്കെ കിണറ്റിലെ തവളകളാണ്. നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളതല്ല ലോകം. ലോകം നിങ്ങളൊന്ന് പുറത്തിറങ്ങി കണ്ടു നോക്കണം. അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും ആ ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾക്കും സമൂഹം നൽകുന്നൊരു വിലയുണ്ട്. സമൂഹം അവർക്ക് നൽകുന്ന ഒരു ആദരവുണ്ട്. ആ ആദരവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഈ ഉമ്മാക്കിയൊക്കെ അങ്ങ് വീട്ടിൽ അടുക്കളയിൽ മാത്രം പറഞ്ഞാൽ മതി, കെട്ടിയോളോടും കുട്ടികളോടും. മനസ്സിലായില്ലേ? അത് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. അപ്പോൾ സമൂഹത്തിൽ ആലിമീങ്ങൾക്ക് സയ്യിദുൽ ഉലമ വരുമ്പോൾ പണ്ഡിതന്മാർ നൽകുന്ന ആദരവും ബഹുമാനവും കണ്ടില്ലേ? അവർക്ക് സമൂഹം നൽകുന്ന അംഗീകാരം കണ്ടില്ലേ? എന്തിനാണ് നിങ്ങൾ പണ്ഡിതന്മാരുടെ നേരെ കുതിര കയറുന്നത്? സമസ്തക്കൊപ്പം അടിയുറച്ചു നിന്നതിനോ? കാർക്കിച്ചു തുപ്പാനും ചെരുപ്പൂരി അടിക്കാനും നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞതിനോ, അതിനെതിരെ പ്രവർത്തിച്ചവർക്ക് എതിരെ പ്രസംഗിച്ചതിനോ? അതൊന്നും ചെയ്യാതെ നിങ്ങളുടെ ചട്ടമ്പിത്തരത്തിന് വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്.
എന്ത് തോന്നിവാസാണ് സാഹിബേ നിങ്ങളൊക്കെ വിളിച്ചു പറയണത്? നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കണത്? ഏത് പൊട്ടക്കിണറ്റിനാണ് നിങ്ങളൊക്കെ ജീവിക്കണത്? ഇതൊക്കെ പുറം ലോകത്ത് എത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഇത്തരത്തിലുള്ള മാടമ്പിമാരെ ഇത്തരം സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പിടിച്ച് വലിച്ചെറിയാൻ ആ നാടുകളിൽ ആളുകളില്ലേ? എൻ്റെ വാപ്പ ആനപ്പാപ്പയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മകൻക്ക് തയമ്പുണ്ടാവുമോ? വാപ്പ ആലിമാണെങ്കിൽ ആ ആലിമിൻ്റെ മകൻ്റെ ഒരു ഗുണം കാണണം, അത് കാണിക്കണം. അപ്പോഴേ ആ ബാപ്പ ആലിമായതിൻ്റെ പവർ മക്കൾക്കുണ്ടാവുള്ളൂ. ബാപ്പ വലിയ സമൂഹത്തിൽ അംഗീകാരമുള്ള സയ്യിദന്മാരാണെങ്കിൽ ആ മക്കൾ അതിൻ്റെ ഗുണം കാണിക്കണം. അപ്പോഴേ അവർക്ക് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് തോന്നിവാസം ചെയ്താൽ ആളുകൾ പ്രതികരിക്കും, അത് സ്വാഭാവികമാണ്. അതിന് നിങ്ങൾക്ക് സ്വാധീനമുള്ള വേദിയിലും നിങ്ങൾക്ക് സ്വാധീനമുള്ള അടുക്കളയിലും നിങ്ങൾക്ക് പ്രസംഗിക്കാം. സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ വിവരം അറിയും, പെരേന്ന് ഇറങ്ങിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത്തരം ഉമ്മാക്കി കാണിച്ചൊന്നും പണ്ഡിതന്മാരെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. ഇതെല്ലാം ഇതിനും വലുതൊക്കെ അനുഭവിച്ചും അറിഞ്ഞും അതിനൊക്കെ ത്യജിച്ചും അതിജയിച്ചും വന്നവരാണ് സമൂഹത്തിലെ പണ്ഡിതന്മാർ. അതിനൊരു പാരമ്പര്യമുണ്ട്, അവർക്കൊരു പൈതൃകമുണ്ട്. നിങ്ങളുടെ ഈ നാണയത്തുട്ടുകൾ കണ്ടിട്ടല്ല അവരൊന്നും പണ്ഡിതന്മാരായി പഠിച്ചിറങ്ങിയത്. ഒരു കാലത്ത് 1000 500 ഒക്കെ ശമ്പളം കിട്ടുന്ന കാലത്ത് പുറത്ത് പണിക്ക് പോയാൽ 5000 10,000 കിട്ടുന്ന കാലത്ത് എനിക്ക് ഈ പണി ഈ ഒരു ഇൽമിൻ്റെ മേഖലയിൽ നിന്നാൽ ഇത്രേ കിട്ടുള്ളൂ എന്ന് അറിഞ്ഞിട്ട് കൂടി ആ മേഖലയിൽ അവർ ഉറച്ചു നിന്നത് ദുന്യാവ് കണ്ടിട്ടല്ല, ആഖിറത്തിൽ വ്യാമോഹിച്ചിട്ടാണ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ ഈ ഉമ്മാക്കിയൊന്നും വിലപ്പോവില്ല എന്നറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.